ഹലോ, ഇന്ന് ഞങ്ങളിപ്പോ ഉള്ളത് അട്ടപ്പാടിയിലാണ്, അമ്മയുടെ വീട്ടിലാണ്. അപ്പോ എന്താ പരിപാടി എന്ന് വെച്ചാല് ഫുഡ് ഉണ്ടാക്കുന്ന വ്ളോഗുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടില്ലേ. അപ്പോ ഇന്ന് വ്യത്യസ്തമായിട്ട് എല്ലാരും പറമ്പിലും പാടത്തും ഒക്കെ ഇട്ടിട്ടാണ് ഫുഡ് വ്ളോഗ് ചെയ്യുന്നത്, പിന്നെ അടുക്കളയൊക്കെ ആയിട്ട്. ഇന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് തോടിന്റെ സൈഡിൽ വെള്ളച്ചാട്ടം ഉള്ള ഒരു സ്ഥലത്ത് അവിടെ ഞങ്ങൾ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പോണേ. അപ്പൊ എന്താണ് എങ്ങനെയാണെന്നുള്ളത് വഴിയേ കാണാം. ഓക്കെ, തോട്ടിലേക്ക് പോവാട്ടോ. ആദ്യം ഈ വഴിയിലൂടെ ആയിരുന്നു കേട്ടോ അമ്മയുടെ വീട്ടിലേക്ക് കയറിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പുതിയ വണ്ടിയൊക്കെ കയറാൻ പാകത്തിന് റോഡ് വന്നപ്പോൾ ഒക്കെ മാറി. ജാതിയുടെ ഒക്കെ ഇടയക്കടെയാണ് കേട്ടോ പോണേ. അല്ലേ, ജാതിക്ക നിൽക്കണുണ്ടോ? ജാതിക്ക. ഇപ്പൊ ആ പാട്ടാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഏതാണ്? ജാതിക്കത്തോട്ടം ജാതി നിന്റെ നോട്ടം. എന്താലേ അല്ലേ. ഇവിടെയാണ് നമ്മൾ ഒരു എ ഫ്രെയിം ഹട്ട് പണിയാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഇല്ലിയുടെ ചോട്ടില് ഫുള്ള് ജാതി തന്നെ കേട്ടോ. ജാതിയുണ്ട്, കവുങ്ങുണ്ട്, പിന്നെ കുരുമുളകുകളുണ്ട്. ഇവിടെയാണ് നമ്മളുടെ തോട്. തോട്ടിൻ കരയോരത്ത് അടുപ്പൊന്ന് കൂട്ടിയിട്ട് മീൻകറി വെക്കാൻ പോവാണ്. വേണ്ടാ, ഇത് ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ക്ലീൻ ചെയ്ത ഭാഗാട്ടോ. നമ്മള് അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ അടുപ്പിലേക്ക് നമ്മുടെ കാർന്നോമാര് തീയെല്ലാം കൊളുത്തി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. പപ്പയുണ്ട്, ചാച്ചനുണ്ട്. ഇതാണ് നമ്മുടെ ചെറിയ വെള്ളച്ചാട്ടം. ഇത് വേനൽക്കാലത്തും ഈ വെള്ളം ചാടിക്കൊണ്ടേയിരിക്കും കേട്ടോ, എപ്പോഴും നല്ല തണുപ്പ്. അപ്പോൾ അടുപ്പ് കൂട്ടി ചട്ടി കഴുകി നമ്മൾ പരിപാടി തുടങ്ങാൻ പോവാണ് കേട്ടോ. ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് നന്നായി ചൂടായിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടികൾ തുടങ്ങാൻ. അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. മുളക് പൊടി, മഞ്ഞപ്പൊടി, ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനത് കൊഴുപ്പ് കിട്ടാൻ മല്ലിപ്പൊടി, വിനെഗർ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ. ഇതാണ് മീൻകറിയുടെ ഗ്രേവി എന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. വെളിച്ചെണ്ണ എണ്ണ ചൂടായി. കുറച്ച് കടുക് ഇട്ടു. അതിൻ്റെ കൊടുത്ത് എന്താ ഉലുവ ഇതൊന്നും കറിക്കാറ്. മറ്റേ വെളുത്തുള്ളി ഇഞ്ചി അതാ ഉള്ളി തീ വെച്ചു. അതിന് കിട്ടില്ല ഓവറാട്ടോ. അരപ്പ് അങ്ങോട്ട് ഇടുക. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ശകല ഉപ്പ് കേട്ടോ. കുറച്ച് പുളിയാണ് കേട്ടോ ചേർക്കുന്നത്. മീൻ കഴുകി ഇനി നമുക്ക് മീനിതാ കുറേശ്ശെ ഓരോന്നെ അങ്ങോട്ട് പിറക്കി തിളച്ച മീനിലേക്ക് തിളച്ചിരുന്നു. നല്ല നെയ്മീനാട്ടോ. മീൻ ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ അവിടെ ഇരുന്നാൽ 2 തണ്ട് കരിയാപ്പില അതിൻ്റെ മുകളിൽ ഇരിക്കട്ടെ. അവിടെ എത്ര ലൈക്ക് കിട്ടണ്ടേ? 10,000. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒപ്പിച്ച് തരുമായിരിക്കും. അമ്മയുടെ വീട്ടിൽ എല്ലാവരും കൂടെ കൂടി കഴിഞ്ഞപ്പോൾ ചുമ്മാ ഒരു രസത്തിന് ചെയ്ത പരിപാടികളാട്ടോ ഇതെല്ലാം. മീൻകറി തിളയ്ക്കുന്നുണ്ട്. അത്യാവശ്യം ഒന്ന് നന്നായി തിളച്ച് കഴിഞ്ഞാൽ തന്നെ ഏകദേശം മീൻകറി സെറ്റാവും. മീൻകറിയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മസാലക്കൂട്ട് തന്നെ കേട്ടോ. അത് ഒരു രക്ഷയില്ലാത്തതാണ്. കാരണം നമ്മുടെ വീട്ടിൽ മീൻ ഇറച്ചിയൊക്കെ മേടിക്കുകയാണെങ്കിൽ പപ്പയാണ് ഉണ്ടാക്കുക. കാരണം എന്ന് പറഞ്ഞാൽ പപ്പയുടെ ഈ ഇറച്ചി മീൻ വെക്കുന്നതിൻ്റെ കൈപുണ്യം അത് വേറെ തന്നെയാണ്.
എന്താണേലും ലാസ്റ്റ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമ്മുടെ മീൻകറി വാങ്ങി വെക്കാൻ പോവാണ്. ഇതാണ് ഒരു മീൻകറിക്ക് ആദ്യത്തെ നമുക്ക് ചെയ്യാനുള്ളത്. ഇത്രയേ ഉള്ളൂ ഒരു മീൻകറി ഉണ്ടാക്കുന്ന സെറ്റപ്പ്. സംഗതി വാങ്ങി എവിടെയെങ്കിലും പറ്റുന്നുണ്ടോ? അപ്പോൾ നമ്മളുടെ വെള്ളച്ചാട്ടത്തിൻ്റെ തോടിൻ്റെ കരയിൽ വെച്ചിട്ടുള്ള മീൻകറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചക്കപ്പുഴുക്കും കൂട്ടിയിട്ട് നമ്മളിതിനി തട്ടാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ബൈ ബൈ. നമ്മുടെ മീൻകറിയുടെ മസാലക്കൂട്ടിൻ്റെ അളവുകളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അവനവൻ്റെ ആവശ്യത്തിന് പാകത്തിന് മീനിൻ്റെ അളവിനനുസരിച്ചിട്ട് മസാലകളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. ഓക്കെ, ബൈ.